അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ തിരുവിതാംകൂറിന് തിരുവിതാംകൂർ മോഡൽ. കേരളത്തിലുടനീളം മുഴങ്ങിക്കേട്ട പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുദ്രാവാക്യമാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നിൽ നിന്ന് നയിച്ച ഈ പുന്നപ്ര വയലാർ സമരത്തിന് കാരണമായ സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് ഇന്ന് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കേരള സംസ്ഥാന രൂപീകരണത്തിന് പോലും കാരണമായ ആ കഥ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലുടനീളം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം ശക്തമായ സമയത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. മലബാറിലെ കോൺഗ്രസ് നേതാക്കൾ തിരുവിതാംകൂർ, കൊച്ചി രാഷ്ട്രങ്ങളും മലബാർ പ്രവിശ്യയും ചേർത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് രൂപം നൽകി. ഈ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം ചേർന്നത് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്. ഈ സമ്മേളനത്തിലാണ് കേരള സംസ്ഥാനം എന്ന ആശയം ആദ്യമായി അംഗീകരിക്കപ്പെട്ടത്. കാസർഗോഡ് മുതൽ കന്യാകുമാരിയുള്ള പ്രദേശങ്ങളായിരിക്കണം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗം എന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന സമയത്ത് തിരുവിതാംകൂർ രാഷ്ട്രം സ്വതന്ത്രമായി നിൽക്കും എന്നുള്ള മഹാരാജാവിൻ്റെ കൽപ്പന ദിവാൻ പുറപ്പെടുവിക്കുന്നത്. ദിവാന്റെ ഈ പ്രസ്താവന ഐക്യ കേരള ശ്രമങ്ങൾക്ക് വലിയ വിഘാതമായി. എല്ലാവരും നിരാശരായി എങ്കിലും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഉണ്ടായത്. ഇതിനിടെ ശ്രീമൂലം പ്രജാസഭയിൽ ദിവാൻ തൻ്റെ ഭാഗം വിശദീകരിക്കുകയുണ്ടായി. തമിഴ്നാട് മുതൽ കന്യാകുമാരിയുള്ള പ്രദേശങ്ങൾ തമിഴ് സംസാരിക്കുന്നവർ കൂടുതലായതിനാൽ അത് തമിഴ്നാടിനോട് മാത്രമേ ചേരുകയുള്ളൂ എന്നും തിരുവനന്തപുരം മുതൽ പറവൂർ വരെയുള്ള പ്രദേശങ്ങൾ മാത്രമേ ഐക്യ കേരളത്തോട് ചേരുകയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാനം രൂപീകരണം കൊണ്ട് നമുക്ക് പ്രത്യേകമായി നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുമാണ് ദിവാൻ സമർപ്പിച്ചത്. 1/3 ഭാഗം തമിഴന്മാരാണ് എന്നും അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുമാണ് ദിവാൻ വാദിച്ചത്. സത്യത്തിൽ 1/6 മാത്രമേ തമിഴ് വംശജർ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് വസ്തുത. തൻ്റെ കയ്യിലുള്ള അധികാരം നഷ്ടപ്പെട്ടു പോവാതിരിക്കുവാൻ വേണ്ടി ദിവാൻ കണക്കുകളും വസ്തുതകളും പെരുപ്പിച്ച് കാട്ടുകയാണ് ചെയ്തത്. ഇന്ത്യയിലുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം കുശാഗ്ര ബുദ്ധിക്കാരനായ ദിവാൻ രാമസ്വാമി അയ്യർ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ചില നടപടികളും അദ്ദേഹം കൈക്കൊണ്ടു. കേന്ദ്രത്തിൽ അധികാര കൈമാറ്റം സംഭവിക്കുന്നതിന് മുന്നോടിയായി തിരുവിതാംകൂറിന് വേണ്ടി മഹാരാജാവ് പുറപ്പെടുവിക്കുന്ന തരത്തിൽ ഒരു പുതിയ ഭരണഘടന ദിവാൻ പുറപ്പെടുവിച്ചു. ഈ ഭരണഘടന 1946 ജനുവരി 16 പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പ്രായപൂർത്തി വോട്ടവകാശമായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത. തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി സഭയ്ക്ക് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു കാര്യനിർവാഹക സമിതിയും ഉണ്ടായിരുന്നു. അതായത് കാര്യനിർവാഹക സമിതിയെ ഒരിക്കൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജനപ്രതിനിധി സഭയ്ക്ക് അവയിൽ ഒരു മാറ്റവും വരുത്തുവാൻ അധികാരമില്ലായിരുന്നു. കാര്യനിർവാഹക സമിതിയുടെ തലവൻ എന്ന നിലയ്ക്ക് ദിവാന് രാജാവിനോട് മാത്രമേ പ്രതിബദ്ധത ഉണ്ടായിരുന്നുള്ളൂ. താനും തന്നെ നിയമിക്കുവാനും നീക്കുവാനുള്ള അധികാരം രാജാവിന് മാത്രമായതിനാൽ ദിവാന്റെ ശക്തി അനുദിനം വർദ്ധിക്കുന്ന തരത്തിലായിരുന്നു ഈ ഭരണഘടനയുടെ ഒരു സവിശേഷത. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതു നേതാക്കന്മാരും എല്ലാവരും ഇതിനെ എതിർത്തു. അമേരിക്കൻ മോഡൽ എന്ന് വിശേഷിപ്പിച്ചിട്ട് ഇത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് എല്ലാവരും മുന്നോട്ട് വന്നു. ഈ അമേരിക്കൻ മോഡൽ ഭരണഘടനയ്ക്കെതിരായുള്ള സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നിൽ കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും എല്ലാവരും അണിനിരന്നു. അങ്ങനെ 1946 ഒക്ടോബർ മാസം 24 മുതൽ 27 വരെ പുന്നപ്രയിലും വയലാറിലും അതിശക്തമായ സായുധ സമരത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു. ഈ സമരത്തിനൊടുവിൽ അവസാനം ഗത്യന്തരമില്ലാതെ ദിവാന് പരാജയം സമ്മതിക്കേണ്ടി വന്നു. നവംബർ മാസത്തിൽ അദ്ദേഹം രാജാവിന് രാജി സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഡിസംബർ 7 അദ്ദേഹം തിരുവിതാംകൂർ വിടുകയും ചെയ്തു. ഈ തിരുവിതാംകൂർ വിട്ടതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം തിരിച്ചു വന്ന അധികാരം ഏറ്റെടുത്തെങ്കിലും അധികാര ഗർവിന് മുന്നിൽ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ശബ്ദം മുഴങ്ങിക്കേട്ട അവരുടെ വിജയത്തിൻ്റെ ഒരു സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഈ വീഡിയോയിൽ പോകുന്നില്ല. പുന്നപ്ര വയലാർ സമരം നടക്കാനിടയായ ആ കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതാണ്.